നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 3 വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. തുർക്കിയിലെ ഇസ്താംബൂളിൽ റഷ്യ, യുക്രൈൻ, അമേരിക്കൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ 2 റൗണ്ട് നടന്നിരുന്നു. എങ്കിലും അതിലൊന്നും തന്നെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള യാതൊരു സാധ്യതകളും കണ്ടെത്തിയില്ല. 2ാം റൗണ്ട് ചർച്ച നടക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് മാത്രമാണ് റഷ്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും വ്യോമതാവളങ്ങളിലേക്കും യുക്രൈൻ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. ആക്രമണത്തിൽ റഷ്യയുടെ 41 വ്യോമസേനാ വിമാനങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി റഷ്യ യുക്രൈനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. യുക്രൈൻ്റെ നിരവധി പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യം ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയെന്നാണ് പറയുന്നത്. ആക്രമണത്തിൽ 4 പേർ മരിച്ചിട്ടുണ്ട്, 20 പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ ആദ്യം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 7ഓളം നഗരങ്ങളിൽ 103 ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തി എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തലസ്ഥാന നഗരമായ കൈവിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. നഗരത്തിലുടനീളം നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് കൈവ് നഗര ഭരണകൂട മേധാവി തൈമൂർ തകച്ചെങ്കോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ഭീഷണികളെ തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ അവശിഷ്ടങ്ങൾ വീഴുന്നത് നിരവധി ജില്ലകളിൽ തീപിടുത്തത്തിനും കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നു. താമസക്കാർ ഉടൻ തന്നെ അഭയം തേടണമെന്ന് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. തെക്കൻ യുക്രൈനിലെ കെർസോണിൽ ഭരണനിർവഹണ ഓഫീസുകൾ റഷ്യൻ ബോംബാക്രമണത്തിൽ തകർന്നതിൻ്റെ ചിത്രങ്ങൾ സെലൻസ്കി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. 2 തവണ ബോംബാക്രമണം നടത്തിയതായും കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നുവെന്നുമാണ് സെലൻസ്കി പറയുന്നത്. റഷ്യയുടെ പ്രതികരണം ഇതിനെക്കുറിച്ചൊന്നും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് കൈവിലെ സോളോമിയാൻസ്കി ജില്ല. അവിടെ 16 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിനാണ് തീപിടിച്ചത്. അടിയന്തര സേവനങ്ങൾ 3 പേരെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിജയകരമായി ഒഴിപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടെ റഷ്യയുടെയും യുക്രൈൻ്റെയും ഇപ്പോഴത്തെ പരസ്പരമുള്ള തിരിച്ചടികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. റഷ്യയും യുക്രൈനും പോരാടുന്ന 2 കുട്ടികളെ പോലെയാണെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. യുദ്ധം കുറച്ചുകാലം അങ്ങ് തുടരട്ടെ എന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തൻ്റെ മധ്യസ്ഥ ശ്രമങ്ങളെയെല്ലാം റഷ്യൻ പ്രസിഡന്റ് പുടിനും യുക്രൈൻ നേതാവ് സെലൻസ്കിയും പാടെ തള്ളിക്കളയുന്നതിൽ ട്രംപിന് നിരാശയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വ്യാഴാഴ്ച ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെഴ്സ് ഓവൽ ഓഫീസ് സന്ദർശിച്ചപ്പോഴാണ് ട്രംപിൻ്റെ പരാമർശങ്ങൾ ഉണ്ടായത്. തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന 3ാം റൗണ്ട് സമാധാന ചർച്ചകൾ വീണ്ടും അലസിപ്പിരിഞ്ഞേക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രതിഫലിക്കുന്നതും. റഷ്യയും യുക്രൈനും പരസ്പരം ആക്രമണം ശക്തമാക്കുകയും ചർച്ചകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനാൽ ഉടനടി സമാധാനം തേടുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകാലം അവരെ പോരാടാൻ അനുവദിക്കുന്നതാണ് എന്നാണ് ട്രംപ് പറയുന്നത്. 2 രാജ്യങ്ങളും പാർക്കിൽ ഭ്രാന്തന്മാരെ പോലെ പോരാടുന്ന 2 കൊച്ചു കുട്ടികളെ പോലെയാണ് പെരുമാറുന്നതെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞതായും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ രാജ്യത്തെ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏറ്റവും വലിയ പ്രത്യാക്രമണമാണ് യുക്രൈനിൽ നിന്ന് റഷ്യയ്ക്ക് നേരെ ഉണ്ടായതെന്നും അതിനാൽ തന്നെ പുടിൻ ഉടനടി സമാധാനത്തിന് തയ്യാറാവില്ല എന്നുമാണ് ട്രംപ് അറിയിക്കുന്നത്. ഇതേസമയം ട്രംപും പുടിനും സംഭാഷണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം റഷ്യ ഒറ്റ രാത്രി കൊണ്ട് തന്നെ യുക്രൈനിൽ ഉടനീളം അതിശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഫോൺ സംഭാഷണം നല്ലതായിരുന്നുവെന്നും എന്നാൽ ഉടൻ സമാധാനം സാധ്യമാക്കാൻ പോകുന്നതായിരുന്നില്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു നേതാക്കളും തമ്മിലുള്ള സംസാരം ഏകദേശം 75 മിനിറ്റ് നീണ്ടുനിന്നിരുന്നു. റഷ്യൻ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പുടിൻ പറഞ്ഞതായും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ 40-ലധികം ബോംബർ വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. അവയിൽ 13 എണ്ണം പൂർണ്ണമായി തകർന്നുവെന്നും ബാക്കിയുള്ളവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റഷ്യയുടെ 5000 കിലോമീറ്ററിലധികം ഉള്ളിലേക്ക് കരമാർഗം
117 ഡ്രോണുകൾ ലോറികളിൽ അയച്ച് തകർക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളായ വ്യോമതാവളങ്ങളുടെ തൊട്ടടുത്തെത്തി അവിടെ നിന്നായിരുന്നു യുക്രൈൻ്റെ പ്രഹരം ഉണ്ടായിരുന്നത്. ഇതേസമയം റഷ്യയ്ക്ക് അചഞ്ചലമായ പിന്തുണ നൽകുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സംഘർഷത്തിൽ ഉത്തര കൊറിയൻ സൈനികരുടെ സംഭാവനകളെ അനുസ്മരിക്കുന്നതിനെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്തതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു. മാർച്ചിൽ കിമ്മുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷോയിഗുവിൻ്റെ ഉത്തര കൊറിയയിലേക്കുള്ള രണ്ടാമത്തെ യാത്രയാണ് ഇത്. ഈ അവസരത്തിൽ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും വീണ്ടും ഉറപ്പിക്കുകയും ആഗോള ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിൽ ഏകോപനം ചർച്ച ചെയ്യുകയും ചെയ്തു. യുക്രൈനിയൻ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ നിർണായക അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങളിലും റഷ്യയുടെയും വിദേശ നയങ്ങളുടെയും നിലപാടിനെ നിരുപാധികം പിന്തുണയ്ക്കുമെന്ന് കിം ആവർത്തിച്ചു പറഞ്ഞു. 2024 ജൂണിൽ റഷ്യയുമായി ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിനോടുള്ള ഉത്തര കൊറിയയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.